ഈയൊരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ഇന്ത്യൻ സിനിമയുടെയും ഹോളിവുഡ് സിനിമയുടെയും ഒരു മിക്സഡ് ബ്രീഡാണ് മങ്കിമാൻ എന്ന സിനിമ. സിനിമയിലെ നായകനായ ദേവ് പട്ടേൽ കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിച്ച മങ്കിമാൻ എന്ന സിനിമ ആക്ഷൻ, റിവഞ്ച്, ത്രില്ലർ സിനിമകളുടെ ഇടയിൽ പെടുത്താവുന്നതാണ്. മാത്രവുമല്ല, ഇന്ത്യയിൽ ഈ സിനിമയ്ക്ക് റിലീസില്ലായിരുന്നു. കാരണം ഇന്ത്യയിലുള്ള ആൾദൈവങ്ങളെ, മതങ്ങളെ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തുടങ്ങിയവയെ പറ്റി പരാമർശിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്താൽ സെൻസർഷിപ്പ് ബോർഡ് എങ്ങനെ എടുക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ദേവ് പട്ടേൽ ആദ്യമായി സംവിധാനം ചെയ്തതിൻ്റെ ഒരു കുറവുകളും ഇല്ലെന്ന്. അത്രയധികം പെർഫെക്റ്റായിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതിഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾക്ക് വളരെയധികം സിനിമ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അത്യാവശ്യം രക്തം ചൊരിയുന്ന സീൻസ്, അതുപോലെ തന്നെ സെക്സ് സീൻസ് തുടങ്ങിയ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് ദയവായി നിങ്ങൾ കാണരുത്. ചേസിങ് സീൻസൊക്കെ വളരെയധികം നന്നായിരുന്നു ഈ സിനിമയ്ക്ക്. സിനിമ കാണുമ്പോൾ തന്നെ ജോൺ വിക്ക് സിനിമകളുടെ സീൻസുമായിട്ട് ചില സാമ്യം തോന്നുമെങ്കിൽ പോലും അത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയല്ല ഈ സിനിമയിൽ. ടോട്ടൽ 2 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. സിനിമയുടെ സ്റ്റോറി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, താൻ ജീവനോടെ സ്നേഹിച്ച തൻ്റെ അമ്മയെ പോലീസുകാരൻ കൊല്ലുന്നു. തുടർന്ന് അദ്ദേഹം പ്രതികാരം ചെയ്യുന്നതുമാണ് സിനിമയുടെ കഥ. തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലടിച്ച് മാസ് ഫൈറ്റ് രംഗങ്ങൾ ആസ്വദിച്ച് കാണാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം.